തിരുവനന്തപുരം ചാക്കിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ 9 കിലോ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. തിരുവനന്തപുരം സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, എപ്പോഴാണ് ഈ റെയ്ഡ് നടന്നത്? എത്ര കിലോ കഞ്ചാവാണ് പിടികൂടിയത്? എങ്ങനെയായിരുന്നു പരിശോധന? വീട്ടിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന അനീഫ് ഖാന്റെ വീട്ടിൽ നിന്നാണ് 13 കിലോയോളം വരുന്ന കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. കഞ്ചാവും അത് തൂക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും ഇത് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു രഹസ്യ അറയാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്ന് നമ്മൾ അകത്തോട്ടേക്ക് കയറി കഴിഞ്ഞാൽ, ഈ മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ കാണുന്നതാണ് പിടിച്ചെടുത്ത കഞ്ചാവ് എന്ന് പറയുന്നത്. ഇത് 13 കിലോയോളം വരുമെന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇവിടെ നിന്ന് നമ്മൾ ആദ്യം കണ്ട ഒരു മുറി, അതായത് ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ നിലയിലുള്ള ഹോളിലാണ് മുകളിലത്തെ നിലയിൽ ഒരു രഹസ്യ അറ സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്ത് ഇങ്ങോട്ട് ക്യാമറ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു രഹസ്യ അറയുണ്ട്. ഈ കാണുന്ന ബാത്റൂമിൻ്റെ അകത്ത് ക്ലോസറ്റിൻ്റെ അടിയിലായിട്ടാണ് ഇവിടെ ഒരു രഹസ്യ അറയുള്ളത്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഈ ബാത്റൂമിൻ്റെ അകത്ത് ക്ലോസറ്റിൻ്റെ ഈ ഹാൻഡ് വാഷിൻ്റെ അടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു രഹസ്യ അറയുണ്ട്. ഇതിൻ്റെ അകത്താണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ഈ ദൃശ്യങ്ങൾ മനസ്സിലാവും. ഈ ഹാൻഡ് വാഷിൻ്റെ തൊട്ടടിയിലായിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സ് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് പിന്നീട് ഒരു രഹസ്യ അറയാണ് മറ്റൊരു റൂമിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക്. അതിൻ്റെ അകത്താണ് ഈ കഞ്ചാവ് 13 കിലോയോളം വരുന്ന കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. സാർ, ഇവിടെ നിന്ന് ഇപ്പോൾ എത്ര കിലോ കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നത്? ഏകദേശം 11 കിലോ കഞ്ചാവാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ അതായത് നമ്മുടെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിലെ സർക്കിൾ എക്സൈസ് അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണർ കൃഷ്ണകുമാർ സാറിന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹനീഫ് ഖാൻ എന്ന് പറയുന്ന ഈ ചാക്ക ITക്ക് സമീപം ഇവിടെ തന്നെ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഹനീഫ് ഖാൻ എന്ന് പറയുന്ന ആളിനെയാണ്. ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ നമ്മൾ 2 കേസിൽ പിടിച്ചിട്ടുണ്ട്. കഴക്കൂട്ട റേഞ്ചിൽ ഒരു 2 കിലോ കഞ്ചാവുമായിട്ട് നേരത്തെ പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ നമ്മൾ തന്നെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് തന്നെ അദ്ദേഹം വാഹനത്തിനകത്ത് ഒരു ഒമിനി വാനിനകത്ത് അറയുണ്ടാക്കി അതിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന ഏകദേശം 20 കിലോയോളം കഞ്ചാവ് കോവളത്ത് വെച്ച് ഞങ്ങൾ അദ്ദേഹത്തിനെ ഒരു 2024 അറസ്റ്റ് ചെയ്തൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇത് സ്ഥിരമായി നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ നിലവിൽ വീട്ടിനകത്ത് 2 അറയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ വൈഫിൻ്റെ വീടാണിത്. അപ്പോൾ അവിടെ സ്വന്തമായി അറയുണ്ടാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ബാത്റൂമിനകത്ത് ഒരു അറ അകത്തോട്ട് കയറ്റി ഒരു അറ ഉണ്ടാക്കിയിരിക്കുന്നു. കൂടാതെ ഈ തടിയുടെ മറവിൽ തടി അടിച്ചിരിക്കുന്ന ചുവരിൻ്റെ മറവിൽ അതുപോലെ തന്നെ ഒരു അറ ഉണ്ടാക്കി. ഈ 2 അറയിൽ നിന്നുമാണ് ഞങ്ങളിപ്പോൾ ഈ കഞ്ചാവ് എടുത്തിരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ്. തീർച്ചയായിട്ടും ഇവിടെ IT ഉണ്ട്, കൂടാതെ കോളേജുകളുണ്ട്. അങ്ങനെ ചെറിയ ഒരു പാക്കറ്റ് കവർ ചെറിയ പാക്കറ്റുകളിലാക്കി വെച്ചിരിക്കുന്ന കവറിലാണ് കഞ്ചാവ് ഇരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും കൂടാതെ ഹോൾസെയിലായിട്ടും അദ്ദേഹം കച്ചവടം നടത്താറുണ്ട്. അതിനോടൊപ്പം തന്നെ MDMA കച്ചവടം പുള്ളിക്കുണ്ട്. നിലവിൽ ഈ പറഞ്ഞ പോലെ കഞ്ചാവും മറ്റുമൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ MDMA തൂക്കുന്ന ഉപകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉപകരണം, അതായത് MDMA തൂക്കുന്ന ത്രാസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ MDMA കവറിലാക്കി കൊടുക്കുന്ന ചെറിയ കവറുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ലഹരിയുടെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ തന്നെ ഒരു വലിയ ലോബി ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓപ്പറേഷൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിരവധി ഇന്നലെ കൊല്ലത്തൊരു കേസെടുത്ത സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിനെ ഏകദേശം ഒരു 1-2 ആഴ്ചയായിട്ട് ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ പിന്നെ സാധനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഈ അറ കണ്ടുപിടിക്കുന്നത്, കേസെടുക്കുന്നത്. ഓക്കെ, ഈ കാണുന്നത് പോലെ പ്രജീഷ്, ഈ കാണുന്ന പോലെ നമുക്ക് ഈ വീട്ടിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ കാണുന്നത് പോലെയുള്ള കവറുകൾ, ഈ ചെറിയ കവറുകളിലാണ് കഞ്ചാവ് MDMA ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സൂക്ഷിച്ചിരുന്നത്. ഈ കാണുന്ന പോലെ ഏകദേശം 13 കിലോഗ്രാം വരുന്ന കഞ്ചാവാണ് ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ പിടികൂടിയെടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെയുള്ള എക്സൈസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ അനീഫ് ഖാൻ എന്ന് പറയുന്ന മുൻപും 2024 കഞ്ചാവ് 15 കിലോയോളം വരുന്ന കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ പ്രതിയാണ്. അന്ന് ഒമിനി വാഹനത്തിനുള്ളിലാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ചെറിയ കക്ഷിയല്ല, തൂക്കിവിറ്റ് ആളുകളിലേക്ക് ചെറിയ പാക്കറ്റുകളിലായി MDMA അടക്കം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുമ്പോൾ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് നേരത്തെ തന്നെ എക്സൈസ് സംഘം നിരീക്ഷിച്ച് വരികയാണോ? എങ്ങനെയാണ് ഇയാളെ അകപ്പെടുത്താൻ കഴിഞ്ഞത്, പിടികൂടാൻ കഴിഞ്ഞത്? അതായത് ഈ ചാക്ക IT കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളെ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഈ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നുള്ള ഒരു വിവരം പോലീസ് ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുറച്ചു കാലം മുമ്പ് കണ്ടതാണ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ പോലും, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ പോലും കയറിക്കൊണ്ടുള്ള ഒരു പരിശോധന എക്സൈസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ കോളേജുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് MDMA പോലെയുള്ള വസ്തുക്കൾ എത്തിക്കുന്നവരെ കേന്ദ്രീകരിച്ച് എക്സൈസ് അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ 2021 ഈ പറയുന്ന ഹനീഫ് ഖാനെ സമാന രീതിയിലുള്ള ഒരു കേസിൽ പോലീസ് പിടികൂടിയിരുന്നു. ഉമിനിക്കകത്ത്
ഒമിനി വാഹനത്തിന്റെ അകത്ത് രഹസ്യ അറയ്ക്കുള്ളിൽ കഞ്ചാവ് കടത്തിയതിന് കർണാടകയിൽ നിന്ന് കഞ്ചാവ് എത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാര്യം സ്ഥിരമായി ഈ ലഹരി വ്യാപനവുമായി നിൽക്കുന്നവരെയൊക്കെ തന്നെ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ നിരീക്ഷിച്ചു വരികയും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീട്ടിൽ കയറിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ അനീഫ് ഖാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ചാക്ക സ്വദേശിയാണ്. ചാക്ക ITക്ക് സമീപത്താണ് സ്വന്തം വീടാണ്. സ്വന്തം വീടിന്റെ രണ്ടാമത്തെ നിലയിലാണ് ഈ കഞ്ചാവ് ഇദ്ദേഹം ഒളിപ്പിച്ചിരിക്കുന്നത്. പോലീസ് എക്സൈസ് നൽകുന്ന വിവരം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ബാത്റൂമിന്റെ അകത്തും അതുപോലെ ഹോളിന്റെ മുകളിലായി നമ്മൾ നേരത്തെ കണ്ട ആ തടിമുറിയെല്ലാം സ്വയം നിർമ്മിച്ച അറകളാണ് എന്നാണ് ഇപ്പോൾ എക്സൈസ് സംഘം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ കൂളായിട്ടിരിക്കുകയാണ് പ്രതി. ഇയാളുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ, മറ്റാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതിൽ കണ്ണി ചേർന്നിട്ടുള്ള മറ്റാളുകൾ, ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അങ്ങനെയൊക്കെ എക്സൈസിന് ലഭ്യമാണ്. വലിയൊരു വേട്ടയാണ് ഇപ്പോൾ എക്സൈസ് നടത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് പ്രജീഷ്. കാരണം ഇയാൾക്ക് ഇത്രയും വലിയ തോതിലുള്ള, കാരണം ചെറിയ രീതിയിലുള്ള കഞ്ചാവല്ല പിടികൂടിയിരിക്കുന്നത്. 13 കിലോ എന്ന് പറയുന്നത് വലിയ തോതിലാണ്. ആ 13 കിലോയുള്ള കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ വലിയ കണ്ണികളുണ്ട്, അന്തർ സംസ്ഥാന കണ്ണികൾ ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് എക്സൈസ് സംഘം. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ എക്സൈസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ കഞ്ചാവ് കിട്ടിയത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2024 കർണാടകയിൽ നിന്നാണ് ഈ 20 കിലോഗ്രാം കഞ്ചാവ് ഒമിനി വാഹനത്തിന്റെ രഹസ്യ അറയ്ക്കുള്ളിൽ കടത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഒരു അന്തർ സംസ്ഥാനത്ത് ഈ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നത് മറ്റ് സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ആകാം എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് സംഘം പറയുന്നത്. എന്തായാലും ഇയാളെ കേന്ദ്രീകരിച്ച്, ഈ അനീഫ് ഖാനെ കേന്ദ്രീകരിച്ച്, കാരണം ഈ ചാക്ക സ്വദേശിയായിട്ടുള്ള അനീഫ് ഖാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കണ്ണിയല്ല. കാരണം 13 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഹോൾസെയിൽ വ്യാപാരി തന്നെയായിരിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഈ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ടീം ഇപ്പോൾ കടക്കാൻ പോകുന്നത്. പ്രജീഷ്.